എക്സ്പ്ലോർ കുക്ക് ആൻഡ് ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പനീർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ എൻ്റെ മോനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. പനീറിൽ ധാരാളം പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. കബാബ് തയ്യാറാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പനീറാണ്. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനൊരു കുഞ്ഞ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് പച്ചമുളക്. അത് ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയായിരിക്കും. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടിയാണ്. അത് ഞാനൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. അത് ഒരു 1/4 കപ്പ് ഉണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കബാബ് തയ്യാറാക്കി എടുക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലുള്ള സ്റ്റിക്കിലേക്കാണ് നമ്മൾ ആ മിക്സ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ സ്റ്റിക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ സ്റ്റിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇത് കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ റെഡിയാക്കിയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൂടെ തയ്യാറാക്കിയെടുക്കാം. കബാബ് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണയ്ക്ക് പകരമായിട്ട് ബട്ടർ വേണേലും ചേർക്കാവുന്നതാണ്. നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ. ഇനി നമുക്കത് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം പാനിലേക്ക്. ഒന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. വളരെ ഈസിയും അതേപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചില്ലി സോസിൻ്റെ കൂടെയോ ഒക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം.